ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫേക്ക് സൂം പ്ലസ് ബ്ലാക്ക് ബാർ ട്രാൻസിഷൻ ആണ്. ബ്ലാക്ക് ബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ബോർഡർ മുകളിലും താഴെയായിട്ട് വരുന്ന ആ ഒരു ബ്ലാക്ക് ബോർഡറിൽ കുറച്ച് മൂവ്മെൻറ്റ്സ് വരുത്തിയാൽ കുറച്ചുകൂടി ഭംഗി വരുന്ന ഒരു ട്രാൻസിഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേക്ക് സൂം എന്ന് പറയുന്ന ട്രാൻസിഷൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫേക്ക് സൂം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഒരുപാട് പേര് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഞാനും പേഴ്സണലി യൂസ് ചെയ്ത് വരാറുണ്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതെപ്പോഴാണ് എഫക്റ്റീവ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷനിൽ ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ബേസിക്കായിട്ടൊരു ട്രാൻസിഷൻ വരുമല്ലോ, ആ ഒരു ട്രാൻസിഷൻ്റെ മുമ്പ് ഈ ഒരു ഫേക്ക് സൂമും കൂടി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 2 വീഡിയോസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോസും ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഞാൻ മ്യൂസിക്കും ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ ഞാൻ ട്രാൻസിഷൻ വരേണ്ട ഭാഗത്തായിട്ട് ഞാനൊരു മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്ക് ആഡ് ചെയ്ത ഭാഗത്തായിട്ടാണ് എനിക്ക് ട്രാൻസിഷൻ വരേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസിഷൻ വരേണ്ട മുമ്പായിട്ടാണ് എനിക്ക് ഫേക്കായിട്ട് ആ ഒരു സൂമും കൂടി വരണം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ക്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്രോപ്പ് ചെയ്താൽ നമ്മൾ സൂം ഔട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗി വെക്കും. ആ ഒരു ബ്ലാക്ക്, ഞാനിപ്പോൾ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ബ്ലാക്ക് ബാറും പിന്നെ ആ ഒരു വാട്ടർമാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ക്രോപ്പ് ചെയ്യണം. നമുക്കെങ്ങനെ ക്രോപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിനുശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രെച്ച് ടു സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കിൾ സ്ട്രെച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിൻ്റെ അതുവരെയും ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. സോ ആ ഒരു റെക്റ്റാങ്കിൾ 1ഉം നമ്മുടെ വീഡിയോയും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം നടുവത്തെ ഓപ്ഷൻ, മുകളിലായിട്ട് കാണുന്ന നടുവത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ആൻഡ് മാസ്ക്. ഓക്കെ, സോ ഇത് നമുക്ക് ക്രോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമുക്കിത് ക്രോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്രോപ്പ് ചെയ്യുക എലൈറ്റ് മോഷനിൽ. ക്വാളിറ്റി പോകുന്നതായിട്ട് എനിക്കിപ്പോൾ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അലൈറ്റ് മോഷനിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അലൈറ്റ് മോഷനിൽ എനിക്കിപ്പോൾ ക്രോപ്പ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഒന്നും ലോസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ മുമ്പേ കൈൻ മാസ്റ്ററിലൊക്കെ പോയിട്ട് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. സ്ട്രെച്ച് സ്ക്രീൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗത്തോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രോപ്പ് ചെയ്യാം. 2 ലെയറും കൂടിയിട്ട് സെലക്ട് ചെയ്യാം. നടുവത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സെൻട്രലത്തെ ഓപ്ഷൻ ഗ്രൂപ്പ് ആൻഡ് മാസ്ക്. ഓക്കെ, ഫൈൻ. സോ 2 വീഡിയോസും നമ്മളിവിടെ ക്രോപ്പ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഫേക്ക് സൂം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഫേക്ക് സൂമിനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ടൈം ലൈനിലായിട്ട് 3 മാർക്ക് വേണം. സോ ഞാൻ ആ ഒരു മാർക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ഒരു മാർക്ക് ഉണ്ട്. ഇനി നമ്മൾ 2 മാർക്കും കൂടി ആഡ് ചെയ്താൽ മതി. സോ ഞാൻ ഏറ്റവും ഈക്വലായിട്ട് ഞാനിവിടെ ഒരു 2 മാർക്ക് കൂടെ ആഡ് ചെയ്യുകയാണ്. ഒരേ ഡിസ്റ്റൻസിൽ, ഇവിടെയും ഒരേ ഡിസ്റ്റൻസിലാണ് ഞാനിവിടെ മാർക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കീപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മാർക്ക് ആഡ് ചെയ്യാം, എന്നിട്ട് ഈ ഒരു മാർക്ക് കളഞ്ഞാൽ ഇവിടെ 3 മാർക്കായി. അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത്ര ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡിസ്റ്റൻസിൽ ഞാനിവിടെ കീപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫേക്ക് സൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മൾ 3 കീ ഫ്രെയിംസ് ആണ് ആഡ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ്ങിലൊരു കീ ഫ്രെയിം, സെൻറ്ററിലൊരു കീ ഫ്രെയിം, എൻഡിങ്ങിലായിട്ടൊരു കീ ഫ്രെയിം. എൻഡിങ്ങിലായിട്ടുള്ള കീ ഫ്രെയിം ഞാനിപ്പോൾ ഇത്രയും രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ലാസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കീലോട്ട് വന്നിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സെൻറ്ററിലെ കീലോട്ട് വന്നിട്ട് സൂം ചെയ്ത് കൊടുക്കുക. ഇത്രയും രീതിയിൽ ഞാനൊരു അത്യാവശ്യം സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ഞാനിവിടെ സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്യാം. ഗ്രാഫ് എന്ന് പറയുമ്പോൾ കവ് ആഡ് ചെയ്യാം. ഈ ഒരു കവാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോഴും ഫേക്ക് സൂം ചെയ്യുമ്പോൾ ഈ ഒരു കവാണ് ഈ ഒരു ഭാഗത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കവ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ പ്രീസെറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യേണ്ടി വരും, ആഡ്സ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ മടിയന്മാർ കുറച്ച് ശ്രദ്ധിക്കുക. അവിടെ പോയിട്ട് വലിയ രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ വിചാരിക്കേണ്ട, കുറച്ച് ആഡ്സൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളവിടെ ഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒന്ന് വന്നിട്ട് അടിയിലോട്ട് പോകുന്ന രീതിയിലാണ് നമുക്കിവിടെ വേണ്ടത്. ഇനി നമുക്ക് സ്കെയിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം അവസാന കീയിലോട്ട് വന്നിട്ട് നമ്മൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇത്രയും രീതിയിൽ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക.
നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, അവസാനത്തോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കവ് എടുക്കുക. എന്നിട്ട് ഈ ഒരു കവാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഏത് കവ് ആണെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കൊടുക്കാം, തൽക്കാലം ഇത് കൊടുക്കാം. നല്ല പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കവാവും ബെറ്റർ. ഓക്കെ, നമുക്ക് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് കവിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാം. പിന്നെ ഞാനിവിടെ ഈ ഒരു കവാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് വരാം. ഫൈൻ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫേക്ക് സൂമിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയറിലോട്ട് വന്നിട്ട് ഇവിടെയും കൂടി അത് ഫിനിഷ് ചെയ്ത് കൊടുക്കണമല്ലോ. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം ഈക്വലായിട്ട് നമ്മൾ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ 2 കീ ഫ്രെയിം ആയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്നിട്ട് നന്നായിട്ട് സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തിട്ടാണല്ലോ നമ്മൾ വരണ്ടേ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സൂമായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ടൊരു സ്മൂത്തിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ആ ഒരു കാര്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേക്ക് സൂമും ആയിട്ടുണ്ട്, ട്രാൻസിഷനും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡേഴ്സിൻ്റെ കളി തുടങ്ങാം. ബോർഡേഴ്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി വെക്കും. നിങ്ങളുടെ ഈ ഒരു ട്രാൻസിഷൻ വേറെ ലെവലിലോട്ട് എടുത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, സൂം ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ആദ്യം വേണ്ടത് ഇത്ര സൂം ചെയ്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുത്തിട്ട് മാസ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് 2 ബ്ലാക്ക് ബാർ വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് സൂം ചെയ്യുകയാണെങ്കിൽ സൂം ചെയ്യാം കേട്ടോ. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഈ ഒരു ലെയറിൽ എന്തൊക്കെയാണ് ചെയ്തത്, സ്കെയിലിൽ നമ്മൾ എത്ര കീ ഫ്രെയിംസ് ആണോ സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ അതായത് ബാറിലും നമ്മൾ ചെയ്ത് കൊടുക്കണം. സോ ബാർ സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം സ്കെയിൽ സെലക്ട് ചെയ്യുക. 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഫൈൻ, 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൽ ഒന്നും ചെയ്യേണ്ട. സെക്കൻഡ് കീ ഫ്രെയിമിലാണ് നമ്മൾ താഴെ സ്കെയിൽ ചെയ്ത് കൊടുത്തത്. സോ നമ്മൾ ഇവിടെ സെക്കൻഡ് കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഓവറായിട്ട് ചെയ്യാണ്ടിരിക്കുക, അപ്പോൾ കാണാനൊരു ഭംഗിയില്ലാണ്ടായി പോകും. ഓക്കെ, ഇനി ഇത്ര സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഈ ഒരു ലെയറിൽ ഏത് കർവ് ആണോ സെറ്റ് ചെയ്ത് കൊടുത്ത് ആ ഒരു കർവിനെ നമ്മൾ റെക്റ്റാങ്കിൾ ആ ഒരു ബാറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കർവ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ വന്നിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ്. സോ ആ ഒരു കർവ് നമുക്കിവിടെ കോപ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിൽ, ഒരു ഫേക്ക് വരുമ്പോൾ ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. കണ്ടോ, ഇനി ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ് മുകളിലോട്ട് തന്നെ പോകണം. അതിനായിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക, സ്കെയിൽ എടുക്കുക. അവിടെ പോയിട്ട് നമ്മൾ ലാസ്റ്റത്തെ കീവിലോട്ട് പോയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പുറത്തേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഏത് ഗ്രാഫാണോ കൊടുത്തത് ആ ഒരു ഗ്രാഫ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി കർവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ്. ഫൈൻ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫേക്ക് സൂം പ്ലസ് ബാർ ട്രാൻസിഷൻ. പിന്നെ ബാർ ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ വേറെ ട്രാൻസിഷൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബാർ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ബാറിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അതേപോലെ തന്നെ കർവിൻ്റെയും നമ്മുടെ ഗ്രാഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഏതാണോ ഫസ്റ്റ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് 2 എഫക്ട്സ് ആഡ് ചെയ്യാനുണ്ട്. കാരണം സ്മൂത്തായിട്ട് വരണ്ടേ, അതിനായിട്ട് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യേണ്ട എഫക്റ്റാണ് ടൈൽസ് എഫക്റ്റ്, അതേപോലെ തന്നെ മോഷൻ ബ്ലറും. സോ നമ്മൾ 2 എഫക്ട്സും നമ്മൾ നമ്മുടെ വീഡിയോസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ലെയർ സെലക്ട് ചെയ്യുക, ടൈൽസ് എഫക്റ്റും മോഷൻ ബ്ലറും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മുമ്പ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും ടൈൽസ് ഓപ്ഷനും മോഷൻ ബ്ലറും ആഡ് ചെയ്യാം. ഈ 2 ഓപ്ഷൻസും ആഡ് ചെയ്താൽ ഭയങ്കര ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാനത് ആദ്യം തന്നെ ഓഫ് ചെയ്തിട്ട്. കണ്ടോ, വീഡിയോ ഡീകോഡിങ് ഫെയിൽഡ് എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നത്. ഫൈൻ, ഇതൊക്കെ നമ്മൾ സഹിക്കണം. സോ ഇത്രയുള്ള ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഈ ഒരു ബാർ പ്ലസ്
പിന്നെ ഈ ഒരു ട്രാൻസിഷൻ ഫേക്ക് സൂം എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡയലോഗ്സൊക്കെ നിങ്ങളുടെ വീഡിയോസിൽ ഫസ്റ്റ് തന്നെ ഒരു ട്രാൻസിഷൻ വരുമല്ലോ, ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രാൻസിഷൻ വരുമല്ലോ, അവിടെ ഈ ഒരു ഫേക്ക് സൂം ഉപയോഗിക്കുകയാണെങ്കിൽ ഭംഗിയായിട്ടുണ്ടാവും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഫേക്ക് സൂം യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഒരു ഡയലോഗ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ, അപ്പോഴാണ് ഇത് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, സീ നെക്സ്റ്റ് ടൈം, ബൈ.